MG യൂണിവേഴ്സിറ്റിയുടെ UG ഏകജാലകത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും തന്നെ 1575 രൂപ യൂണിവേഴ്സിറ്റിക്ക് കൊടുത്ത് ആ ഒരു അലോട്ട്മെൻറ്റ് ഉറപ്പിക്കുക കേട്ടോ. എന്നിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. SC ST ആയിട്ടുള്ള കുട്ടികൾക്ക് 50 രൂപ മാത്രം മതിയാവും. എന്നിട്ട് നിങ്ങൾക്ക് 19-ാം തീയതി 4 മണിക്ക് മുമ്പായിട്ട് തന്നെ കോളേജിൽ പോയി ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പിക്കുക കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ടെമ്പററി ആയിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളത്. നമുക്ക് ടെമ്പററി എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയതിന് മുകളിലുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിലേക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിലേക്ക് മാറാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ടെമ്പററി എന്നുള്ളൊരു ഇതാണ്. പക്ഷേ അങ്ങനൊരു ഇത് പറയാറില്ല, പെർമനൻ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഫീസും കൊടുത്ത് മിക്കവാറും എല്ലാവരും ഫീസ്, അതായത് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് 1575 രൂപ അല്ലാതെ നമ്മൾ കോളേജിൽ പോകുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് ഫീസ് ഉണ്ടാവും. അത് അവരോട് തന്നെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ അത് കെട്ടണോ, ഞങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് കെട്ടിയാൽ മതിയോ, ഇപ്പോൾ തന്നെ കെട്ടണം എന്നുള്ളത് കൺഫേം ആക്കാം. മിക്കവാറും അത് കെട്ടേണ്ടതായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫീസ് സ്ട്രക്ചർ അറിയണം എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ ഇപ്പോൾ അതത് കോളേജ് ചെറിയ വ്യത്യാസങ്ങൾ കോളേജ് വൈസ് ഉണ്ടാവും. എന്നാലും നിങ്ങൾക്കൊരു കോഴ്സിൻ്റെ സാധാരണ ഫീസ് സ്ട്രക്ചർ അറിയാനായിട്ട് ഇവിടെ വെബ്സൈറ്റിൽ തന്നെ ഇവിടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ എയ്ഡഡ് കോഴ്സിൻ്റെയും അൺഎയ്ഡഡ് കോഴ്സിൻ്റെയും അല്ലെങ്കിൽ സെൽഫ് കോഴ്സിൻ്റെയും ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കി ഫീസ് സ്ട്രക്ചർ മനസ്സിലായല്ലോ. 1575 രൂപ അത് ഓൺലൈൻ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണതാണ്. അതല്ലാതെ കോളേജിൽ പോയി ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു ഫീസും കൂടി കൊടുക്കേണ്ട വരും കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ എയ്ഡഡ് കോഴ്സൊക്കെ ആണെങ്കിൽ മാക്സിമം 10,000 ഒക്കെ വരാറുള്ളൂ. അൺഎയ്ഡഡ് അല്ലെങ്കിൽ സെൽഫ് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതലൊക്കെ ആയിട്ട് വരും. അതിൻ്റെ ഇരട്ടിയൊക്കെ ചില കോഴ്സുകൾക്ക് വരാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക ഈ രണ്ട് കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കുകയും അതുപോലെ തന്നെ കോളേജിൽ പോയി ജോയിൻ ചെയ്യുകയും ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും. പിന്നെ ഈ 2, 3 എന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പങ്കെടുപ്പിക്കില്ല. പിന്നെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതായത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു അലോട്ട്മെൻറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള അലോട്ട്മെൻറ്റ് വരുമ്പോഴോ ഒക്കെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവരെല്ലാവരും തന്നെ ഈ 2 കാര്യങ്ങൾ ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ എനേബിൾ ആകുമ്പോൾ അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് വെക്കാം. എല്ലാവർക്കും എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പുതിയ കോഴ്സ് ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ വച്ചേക്കുന്നത് മുകളിലേക്ക് താഴത്തേക്ക് മാറ്റാനോ വേണ്ടാതെ ഡിലീറ്റ് ചെയ്ത് കളയാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുമ്പോൾ ഫീസിൻ്റെ കാര്യം മാത്രമല്ല, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഓർക്കുക. ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.